ഈ വട്ടപൂജയില്ലേ, ഈ വട്ടപൂജ്യത്തിൽ നിന്ന് മൾട്ടി മില്യൺ ബിസിനസ്സിലേക്ക് ഉയർന്ന ഒരാളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്തരത്തിൽ ഒന്നുമല്ലായ്മയിൽ നിന്ന് എല്ലാമായിട്ടുള്ള ജയശ്രീയെ പറ്റിയാണ്. ഫോബ്സ് മാസികയുടെ ഒരു കണക്കനുസരിച്ചിട്ട് വളർന്നു വരുന്ന ഏറ്റവും മികച്ച വനിതകളായിട്ടുള്ള ബിസിനസ്സുകാരിൽ ഒരാളാണ് നമ്മുടെ ജയശ്രീ ചേച്ചി. വെറും 0 രൂപയിൽ നിന്ന് ഇപ്പോൾ അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 32,100 കോടി രൂപയിലധികമാണ്. 1-2 അല്ല, 32,100 കോടി രൂപ. കാലിഫോർണിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പനിയാണ് അരിസ്റ്റ നെറ്റ്വർക്ക്സ്. അതിന്റെ തലപ്പത്താണ് നമ്മുടെ ജയശ്രീ ഉള്ളാൾ ഉള്ളത്. വെറും 0 നിന്ന് ശതകോടിയിലേക്ക് ഈ ബിസിനസിനെ നയിച്ചു എന്നുള്ള വളരെ വലിയൊരു പേരാണ് ജയശ്രീക്കുള്ളത്. ഹുറൂൺ സാമ്പത്തിക പട്ടിക അനുസരിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 32,100 കോടിയാണ് ജയശ്രീയുടെ ആസ്തിയായിട്ടുള്ളത്. നമുക്കൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഗൂഗിളിന്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ. അദ്ദേഹത്തിനേക്കാളും അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ്വെയർ CEO സത്യനേക്കാളും ഒക്കെ അധികം ആസ്തിയുള്ള ഒരാളാണ് നമ്മുടെ ജയശ്രീ. 2008 മുതലാണ് ഈ അരിസ്റ്റ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റും CEO ഒക്കെ ആയിട്ട് നമ്മുടെ ജയശ്രീ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. ഈ ജയശ്രീ അധികാരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അരിസ്റ്റയുടെ മെയിൻ ആയിട്ട് വരുന്ന സമയത്ത് 50-ൽ താഴെ സ്റ്റാഫ് മാത്രമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഈ കമ്പനിക്ക് പറയത്തക്ക കാര്യമായിട്ടുള്ള ഒരു വരുമാനവും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ജയശ്രീ ഇത്രയും വലിയൊരു സംഭവമാക്കി ഇവരുടെ കമ്പനിയെ മാറ്റിയെടുക്കുന്നത്. 2015 E&Yന്റെ എന്റർപ്രനർ ഓഫ് ദ ഇയറും 2018 ബാരന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച CEOമാരും 2019 ഫോർച്യൂണിന്റെ മികച്ച 20 ബിസിനസ് വ്യക്തികളിൽ ഒരാളും എന്നിങ്ങനെയുള്ള നിരവധി അവാർഡുകളാണ് ജയശ്രീയെ തേടിയെത്തിയിട്ടുള്ളത്. ലണ്ടനിൽ ജനിച്ചിട്ടുള്ള ജയശ്രീ ഇന്ത്യയിലാണ് വളർന്നത്. 2008 പറയത്തക്ക വരുമാനം ഒന്നും ഇല്ലാതിരുന്ന ഈ അരിസ്റ്റയെ ഇവരുടെ കീഴിലൊക്കെ ആകുമ്പോഴത്തേക്കും 70,000 കോടിയിലധികം വരുമാനമുള്ളൊരു സ്ഥാപനമാക്കി മാറ്റാനാണ് നമ്മുടെ ജയശ്രീക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ അരിസ്റ്റയിൽ തന്നെ ഏകദേശം 3% ഷെയറും നമ്മുടെ ജയശ്രീയുടെ പേരിൽ തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രശസ്തയും പ്രമുഖയും ശക്തിയുള്ളതുമായിട്ടുള്ള ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള യുവതി തന്നെയാണ് നമ്മുടെ ജയശ്രീ.